സുരക്ഷാ ക്രമീകരണങ്ങളുടെ വലയത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. മിനിങ്ങാന്ന് രാത്രിയിലായിരുന്നു അത്. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവാർന്ന പല സംഭാവനകളും നൽകിയതിനു ശേഷമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങുന്നത്. 2 തവണ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും അദ്ദേഹം ഈ കാലയളവിൽ നേടിയെടുത്തു എന്നത് തന്നെയാണ്. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകൾ ഓണററി ബിരുദങ്ങൾ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു. പല രാജ്യാന്തര സംഘടനകളിലും സമ്മേളനങ്ങളിലും ഇന്ത്യൻ പ്രതിനിധിയായി അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1993 സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് രാഷ്ട്രതലവന്മാരുടെ യോഗത്തിലും വിയറ്റ്നാമിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലും ഇന്ത്യൻ സംഘത്തെ നയിച്ചു അദ്ദേഹം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. भाई थोड़ा थोड़ा अपना अपना कैमरा आप लोग नीचे कर लीजिए भाई। भाई कैमरा नीचे सर, कैमरा नीचे सर, बैठ जाओ लोग। अबे नीचे 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 दादा थोड़ा नीचे। अच्छा ठीक है। अरे मैं आ गया। हटो हटो हटो, तुम लोग कुछ काम नहीं करना। हटो तुम लोग कुछ काम नहीं करना। पीछे बस കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, അങ്ങനെ നിരവധി പ്രമുഖ നേതാക്കൾ നിഗംബോധ് ഘട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ
നേതാക്കളും അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിനെ അവസാനം ഒരു നോക്ക് കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അവർ സാക്ഷ്യം വഹിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും BJP നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ അംഗമായിരുന്ന അദ്ദേഹം 1991 മുതൽ 1998 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി തുടർന്നു. പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് 2004 മെയ് 22 പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. രണ്ടാമത് അദ്ദേഹം പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് 2009 മെയ് 22 സാമ്പത്തിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് രാജ്യതലത്തിലും രാജ്യാന്തര തലത്തിലും നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയെടുത്തു. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 11:45 സംസ്കാരം നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇനിയും സമയം നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി ഔദ്യോഗികമായി അർപ്പിക്കുകയാണ്. BJP നേതാക്കളെല്ലാം അവിടെ സന്നിഹിതരായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെല്ലാവരും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായി നിഗംബോധ് ഘട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒടുവിൽ പ്രധാനമന്ത്രി കൂടി അവിടേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ആയിരത്തി 1971 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി അദ്ദേഹം എത്തുകയായിരുന്നു. അടുത്ത വർഷം ധനമന്ത്രാലയത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി അദ്ദേഹം നിയമിതനായി. പല പ്രധാന പദവികളും ഡോക്ടർ മൻമോഹൻ സിംഗിനെ തേടിയെത്തിയിരുന്നു. ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. 2 തവണ പ്രധാനമന്ത്രിയായും അദ്ദേഹം എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി അമിത് ഷാ ഇപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതായിരുന്നു എന്ന് BJP നേതാക്കളടക്കം അദ്ദേഹത്തെ ഓർത്ത് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഔദ്യോഗികമായി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള സംഭാവനകളും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് RSS അടക്കമുള്ള സംഘടനകൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു. ഇനി മൻമോഹൻ സിംഗ് ഓർമ്മയാകുമ്പോൾ അദ്ദേഹം സാമ്പത്തിക മേഖലയിൽ കുറിച്ചിട്ട അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് അവിടെ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിത്വം വളരെ സൗമ്യനായ ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ
സൗഹൃദം തന്നെയാണ് എല്ലാ നേതാക്കളുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഔദ്യോഗികമായി ആദരാഞ്ജലി അർപ്പിക്കാനായി അവിടേക്ക് എത്തുകയാണ്. അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ അവസാനമായി കണ്ടിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിന് ഔദ്യോഗികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖമാചരിക്കുകയാണ്. ഇന്ന് ഉച്ചവരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. 7 ദിവസത്തെ ദുഃഖാചരണമാണ് രാജ്യത്ത് നടത്തിവരുന്നത്. കേന്ദ്രമന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ഒട്ടുമിക്ക അംഗങ്ങളും അവിടെ എത്തി അദ്ദേഹത്തിന് ഔദ്യോഗികമായി തന്നെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര പാർലമെന്ററി മന്ത്രി കിരൺ റിജിജു, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങി നിരവധി പ്രമുഖരാണ് അവിടെ എത്തി അദ്ദേഹത്തിന് ഔദ്യോഗികമായി ആദരാഞ്ജലി അർപ്പിച്ചത്. രാഷ്ട്രീയ ഭേദമന്യേ വളരെ വലിയ സൗഹൃദം എല്ലാ നേതാക്കന്മാരുമായും അദ്ദേഹം പങ്കിട്ടിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുസ്മരിച്ച എല്ലാവരും പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം നടത്തിയ വലിയ സംഭാവനകൾ അതൊരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. അത് എന്നും ഭാരതീയർ ഓർത്തിരിക്കും. അതിൻ്റെ കൃതജ്ഞത എല്ലാ ഭാരതീയർക്കും അദ്ദേഹത്തോട് എന്നും ഉണ്ടായിരിക്കുമെന്നും നേതാക്കൾ അനുസ്മരിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ അവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവർ അവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. പൂർണ്ണ സൈനിക ബഹുമതികളോടെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യാസ് എക്സ്പോർട്ട് ട്രെൻഡ്സ് ആൻഡ് പ്രോസ്പെക്ട്സ് ഫോർ സെൽഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് എന്ന പുസ്തകം വളരെയധികം ചർച്ചാ വിഷയം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടേക്ക് എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായി. തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഔദ്യോഗികമായി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി അവിടെ എത്തിയിരിക്കുകയാണ്.
ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ് രാജ്യം. പഞ്ചാബ് സർവകലാശാലയിലും പ്രമുഖ ഉന്നത പഠന കേന്ദ്രമായ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും അധ്യാപകനായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം അക്കാദമിക് രംഗത്ത് അദ്ദേഹം ശ്രദ്ധേയനാവുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ കുറച്ചു കാലം UNCTAD സെക്രട്ടേറിയറ്റിലും അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു. ഇത് 1987-നും 1990-നും ഇടയിൽ ജനീവയിലെ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്തിക്കാനും അദ്ദേഹത്തിന് വഴി ഒരുക്കി. 2 തവണ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം സാമ്പത്തിക മേഖലയിൽ നൽകിയ സമഗ്ര സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് BJP അറിയിച്ചു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം എല്ലാവരുമായി വളരെയധികം സൗഹൃദം പങ്കിട്ടിരുന്നുവെന്നും നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുസ്മരിക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് അവിടെ പൂർണ്ണമാവുകയാണ്. അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു സംസ്കാര ചടങ്ങുകളെന്ന് പറയേണ്ടി വരും. നേരത്തെ നിശ്ചയിച്ച സമയം 11:45 പക്ഷേ 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വസതിയിൽ നിന്ന് അദ്ദേഹത്തെ AICC ആസ്ഥാനത്ത് എത്തിച്ചത് വളരെ വൈകിയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ ആയിരങ്ങളാണ് AICC ആസ്ഥാനത്തിലേക്ക് ഒഴുകിയത്. കോൺഗ്രസ് നേതാക്കളും അണികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും അവിടെ എത്തി മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്ക് കണ്ടതിന് ശേഷം ഇപ്പോൾ ഡൽഹിയിൽ യമുനാ തീരത്ത് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുകയാണ്. നിഗം ബോധ് ഘട്ടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി കേന്ദ്രമന്ത്രിമാരെല്ലാം അവിടെ സന്നിഹിതരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ, അങ്ങനെ നിരവധി നേതാക്കളൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അവസാനം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ഔദ്യോഗികമായി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ അവിടെ ഉണ്ട്. സോണിയ, രാഹുൽ അടക്കമുള്ള നേതാക്കൾ അവിടെ സന്നിഹിതരാണ്. എല്ലാവരും ഔദ്യോഗികമായി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്. ഇനി സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ പൂർണ്ണമാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.